+2 സേ എക്സാം, അതായത് ജൂണിൽ നടക്കാൻ പോകുന്ന നമ്മുടെ ഈ സേ എക്സാം ടഫ് ആയിരിക്കുമോ? പല കുട്ടികളുടെയും മുന്നിലുള്ളൊരു ചോദ്യമാണ്. കാരണം നമ്മുടെ പബ്ലിക് എക്സാം ചിലതൊക്കെ ടഫായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയായിരിക്കും നമ്മുടെ സേ എക്സാം. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഓൾറെഡി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും സേ എക്സാമിനും ഓൾറെഡി ഒരുമിച്ചാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി വെക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ കാണും. എന്തെങ്കിലും കാരണം വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുവാണെങ്കിൽ ഇടാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അങ്ങനെ ടോട്ടൽ 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓൾറെഡി തയ്യാറാക്കി വെക്കുന്നത്. അതിനകത്ത് ഒരെണ്ണം എടുത്ത് മോഡലിനിടും, ഒരെണ്ണം എടുത്ത് ഫൈനലിനിടും, ഒരെണ്ണം എടുത്ത് സേക്കിടും. ഇങ്ങനെയാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ മോഡലിന് വളരെ എളുപ്പമായിരുന്നു, മാത്സിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ വളരെ എളുപ്പമായിരുന്നു മോഡലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷേ ഫൈനലിലേക്ക് വന്നപ്പോഴത്തേക്കും പബ്ലിക് എക്സാമിന് കുറച്ചുകൂടെ ടഫായിരുന്നു. അപ്പോൾ ഈ സേക്ക് ടഫ് ആകുമോ ഇല്ലയോ? ചിലർ പറയും മോഡൽ എളുപ്പമാണെങ്കിൽ ഫൈനൽ ടഫ്. അങ്ങനെ ഒരു ചിന്തയെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരല്. കാരണം ഇതുമായിട്ട് കണക്ഷനൊന്നുമില്ല. എല്ലാം ഒരേ രീതിയിൽ ഒരേ ബ്ലൂ പ്രിൻ്റോട് കൂടി തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ വേണേ ആകാം. പിന്നെ മനസ്സിലാക്കാനുള്ള കാര്യം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് ഡബിൾ വാല്യുവേഷൻ ഉണ്ട്. അതായത് 2 ടീച്ചേഴ്സ് വാല്യൂ ചെയ്തായിരിക്കും നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരിക്കലും നിങ്ങളുടെ മാർക്ക് കുറയാനോ അല്ലെങ്കിൽ ചുമ്മാ അധികമായി കൂടാനും ചാൻസ് ഇല്ല. കറക്റ്റ് നിങ്ങൾ എഴുതിയതിൻ്റെ മാർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ. അതിന് റിവാലുവേഷനും ഉണ്ടായിരിക്കത്തില്ലെന്ന് അറിയിക്കുകയാണ് മക്കളെ. അതുകൊണ്ട് ടഫ് ആകുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാതെ കൺസെപ്റ്റ് ഓറിയൻ്റ് ആയിട്ട് ഓരോ ചാപ്റ്ററും ഫുള്ളായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. എല്ലാ ചാപ്റ്ററും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചാപ്റ്റേഴ്സ് പഠിക്കുവാണെങ്കിൽ അത് ഫുള്ളായിട്ട് പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 3-4 ചാപ്റ്റർ പഠിക്കുവാണെങ്കിൽ തന്നെ, ഇപ്പോൾ മാത്സിൻ്റെ കേസിൽ മെട്രിക്സ് ഫുള്ള് പഠിക്കുക, ഡിറ്റർമിനൻറ്റ് ഫുള്ള് പഠിക്കുക, LPP ലീനിയർ പ്രോഗ്രാമിംഗ് ഫുള്ള് പഠിക്കുക, വെക്ടർ, 3D ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് 5 ചാപ്റ്റേഴ്സ് ഫുള്ള് പഠിക്കുമ്പോൾ തന്നെ ജയിക്കാനുള്ള മാർക്കായി. അല്ലാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ചാൻസ് ആണ്. ഭാഗ്യത്തിന് വരാം, വരാതിരിക്കാം. അപ്പോൾ ചാൻസ് എടുക്കാതിരിക്കുക. നിങ്ങളുടെ ചാൻസ് ആണ് മക്കളെ നഷ്ടപ്പെടുന്നത്. ഇനിയും അടുത്ത വർഷം വരെ, അതായത് ഇനിയും ഒരു വർഷം വരെ കാത്തിരിക്കാതെ ഈ ഒരു ചാൻസ് തന്നെ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക മക്കളെ. ടെൻഷൻ വേണ്ട. ഇനിയുള്ള സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ മാത്സിൻ്റെ സേ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. കൗണ്ട് ഡൗൺ 26 എന്ന ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പെട്ടെന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.